My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിൻ്റെ 61ാമത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ മെർക്കുറിയസ് എന്ന അധ്യായത്തിൽ 3ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. The superficial ulceration is inclined to spread and becomes phagedenic. It is not deep but grows larger. അപ്പോൾ ഈ അൾസറേഷൻ ഡീപ്പല്ല, സൂപ്പർഫ്ലോസ് ആണ്, പടരുന്ന തരത്തിലാണ്. അതിനൊരു സ്പ്രെഡ് ചെയ്യാനുള്ള ഇൻക്ലിനേഷൻ ഉണ്ട്. തൊലിയുടെ പുറമേക്കുള്ള ആ ഒരു ലെവലിൽ അത് സ്പ്രെഡ് ചെയ്യുന്നു. അത് ഡിസ്ട്രക്റ്റീവ് നേച്ചറുള്ളതാണ്, വിനാശകരമായൊരു നേച്ചറാണുള്ളത്. ഫെജ്ഡീനിക് എന്ന് പറഞ്ഞാൽ ഒരു വിനാശകരമായൊരു നേച്ചറുള്ളതാണ്. അത് ഡീപ്പായിട്ട് പോകുന്നില്ല, പക്ഷേ അതിൻ്റെ ഏരിയ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർഫ്ലോസ് ആണ്. ദീസ് ഓപ്പൺ അൾസേഴ്സ് ആർ എസ്പെഷ്യലി സീൻ ഇൻ ഓൾഡ് സിഫിലിറ്റിസ്, ഡാർഡേഷ്യസ് ബേസ്, നോട്ട് മച്ച് ഇറിറ്റബിലിറ്റി, ദേ ആർ ഈവൻ നംബ്, ആൻഡ് ഇഫ് പസ് ഈസ് ഡിസ്ചാർജ് ഇറ്റ് ഈസ് ഗ്രീനിഷ് യെല്ലോ. ഫോൾസ് ഗ്രാനുലേഷൻ അപ്പിയർ ഉണ്ടോ. അപ്പോൾ പഴയ സിഫിലിറ്റിക് അഫെക്ഷൻസിലാണ് ഇങ്ങനെ കാണാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു മെർക്കുറിയസ് നേച്ചറുണ്ട്. അതായത് ലാർഡേഷ്യസ് ബേസ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഷി വൈറ്റ് ചീസ് മാതിരിയോ അല്ലെങ്കിൽ കൊഴുപ്പ് മാതിരിയുള്ളൊരു ബേസ് ഉണ്ടാകും. ഡിസ്ചാർജസ് ഗ്രീനിഷ് യെല്ലോയാണ്. അതിലൊരു ഫോൾസ് ഗ്രാനുലേഷൻസ് ആണുള്ളത്. ഒരു പെർഫെക്റ്റ് ഗ്രാനുലേഷനുള്ള ഒരു ഹീലിങ്ങും ഇല്ല. ഹീൽ ചെയ്യാനുള്ളൊരു വൈറ്റൽ ഇറിറ്റബിലിറ്റി അവിടെ കാണുന്നില്ല. ഒരു ഫോൾസ് ഗ്രാനുലേഷനാണ് കാണുന്നത്. ദേ ആർ ഈവൻ നമ്പ്, ഒരു നമ്പിനെസ് ഉണ്ട്, ഒരു മുരടിച്ചൊരു അവസ്ഥ. മെർക്കുറിയസ് കോർ ഈസ് എ ഗ്രേറ്റർ റെമഡി ഫോർ ദ സൂപ്പർഫിഷ്യൽ ഈറ്റിംഗ് ഫെജ്ഡീനിക് അൾസർ. അപ്പം ഇത്തരമൊരു അൾസറിന് കുറേ കൂടി എഫക്റ്റീവായിട്ടുള്ളത് മെർക്കോറാണ്. ഒരു ഡിഫറെൻറ്റ് പ്രിപ്പറേഷൻ. അത് മെർക്കോറ് കൂടുതൽ പവർഫുൾ ആണെന്ന് കണ്ടു പറയുന്നുണ്ട്. സൂപ്പർഫിഷ്യലായിട്ടുള്ള തൊലിപ്പുറമേയുള്ള ഈറ്റിങ്, അങ്ങ് മാംസത്തെ ഇങ്ങനെ അല്ലെങ്കിൽ തൊലിനെ ഇങ്ങനെ തിന്ന് ഇങ്ങനെ ദ്രവിപ്പിച്ച് വലുതാകുന്ന തരത്തിലുള്ള ഇത്തരം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഫെജ്ഡീനിയസ് ആയിട്ടുള്ള അൾസറിന് കുറേ കൂടി നല്ലത് മെർക്കോറെന്നുള്ള പ്രിപ്പറേഷനാണ്. At times, Mercurius takes on a gangrenous condition. ചില അവസ്ഥയിൽ ഒരു ഗാംഗ്രനസ് നേച്ചറും മെർക്കുറിക്ക് വരാറുണ്ട്. ദിസ് മേ ബി സീൻ എനിവേർ, ബട്ട് എസ്പെഷ്യലി ഓൺ ദ ലിപ്സ്, ചീക്സ് ആൻഡ് ഗംസ്. ഈ ഗാംഗ്രനസ് നേച്ചർ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാം, പക്ഷേ ലിപ്സിലും ചീക്സിലും ഗംസിലും. മോണ നമ്മൾ നേരത്തെ പറഞ്ഞു, മെർക്കുറിയസ് പോയ്സണിങ്ങിൻ്റെ ഒരു പ്രധാന സീറ്റാണ് മോണ. കവിള്, ലിപ്സ്, ചുണ്ടുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ ഈ ഗാംഗ്രസ് നേച്ചർ വരാം. കാൻഗ്രം ഓറിസ് നമുക്കറിയാം, മൗത്ത് ക്യാൻസർ, വായുണ്ടാകുന്ന ക്യാൻസർ. ഗാംഗ്രനസ് ഷാങ്കർ, ഫെറ്റഡ് ആൻഡ് ബ്ലാക്ക്, എ സ്പേഷ്യസ് ഫോംസ് ഇൻ ദ ഷാങ്കർ ആൻഡ് ദ പാർട്സ് സ്ലോസ് ഓഫ്. വീണ്ടും സിഫിലിറ്റിക് കണ്ടീഷൻസിലുള്ള മെർക്കുറിയുടെ ഒരു ഉപയോഗത്തിലേക്കാണ് വീണ്ടും കെൻഡ് വിരലിച്ചുകൊണ്ടുള്ളത്. എങ്ങനെയാണ്? ഗാംഗ്രനസ് ഷാങ്കർ, യൂറിനറി പാർട്സിൽ വരുന്ന ഷാങ്കേഴ്സിൽ ഒരു ഗാംഗ്രനസ് നേച്ചർ, ഫെറ്റിഡ് സ്മെല്ല്, ബ്ലാക്ക് കളറേഷൻ, അവിടെയും ഗാംഗ്രനസ് നേച്ചർ. സ്പേഷ്യലസ് ഫോംസ് ഇൻ ദ ഷാങ്കർ, ഇതിൻ്റെ ഒരു ഗാംഗ്രനസ് നേച്ചർ വരുന്നു. പാർട്സ് സ്ലോ ഓഫ്, ആ ഭാഗം ഗാംഗ്രീൻ ബാധിച്ച് അതിൻ്റെ ജീവശരീരത്തിൽ നിന്നും വിട്ട് അടർന്നു പോകുന്നൊരവസ്ഥ. നമ്മൾ പണ്ടൊക്കെ കുഷ്ഠരോഗികളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നൊരവസ്ഥ. കുഷ്ഠം ബാധിച്ച് ശരീരഭാഗങ്ങൾ, വിരലും മൂക്കും മറ്റുമൊക്കെ ഇങ്ങനെ അറ്റുപോകുന്നൊരവസ്ഥ. ഞാൻ മുൻപൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സന്യാസി എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയൊക്കെ ഭാഗങ്ങൾ തെരുവിലറിയുന്ന
കുഷ്ഠരോഗികളെ കൊണ്ടുപോയി ഇന്ന് കളമശ്ശേരി HMD ഇരിക്കുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് അവരൊക്കെ ചികിത്സിക്കുന്ന കാര്യം. അപ്പോൾ ഈ സ്ലോസ് ഓഫ് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ദ്രവിച്ച് വിട്ടുപോകുന്നൊരവസ്ഥ, ആ ഒരവസ്ഥ മെർക്കുറീസിനുണ്ട്. ഓൾ ദീസ് കണ്ടീഷൻസ് ആർ അഗ്രവേറ്റ് ബൈ ഹീറ്റ്. ഇതെല്ലാം ഹീറ്റ് അഗ്രവേഷനാണ്. എ പേഷ്യൻറ്റ് വിത്ത് എ ടിപ്പിക്കൽ മെർക്കുറി ആബ്സസ് rebels at times against the poultice, for it makes the trouble worse. അപ്പോൾ ടിപ്പിക്കൽ ഒരു മെർക്കുറി പേഷ്യൻ്റ് ഈ ആബ്സസിനെ പോൾട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ അത് ചൂട് സഹിക്കാൻ പറ്റില്ല. ഒരു കവർ ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു ചൂട് ഉണ്ടാകാം, ഹീറ്റ് ഡെവലപ്പ് ചെയ്യാം. അത് മെർക്കുറി പേഷ്യൻ്റ് അത് ഒട്ടും അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് പോൾട്ടീസ് എടുത്ത് കളയാനുള്ള ടെൻഡൻസി ഉണ്ടാകും. കാരണം അത് അയാളുടെ വിഷമത്തെ കൂടുതൽ മോശമാക്കുന്നു. ട്രംബ്ലിംഗ് റൺസ് ത്രൂ ദ റെമഡി, ക്യൂറിങ് ഓൾ ഓവർ. ഉണ്ടോ ഈ മെർക്കുറീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രംബ്ലിംഗ് ഉണ്ട്, ഒരു വിറയലുണ്ട്. ക്യൂറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിറക്കൽ മാത്രമല്ല, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, കുറച്ച് ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ പാർക്കിൻസണിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. കണ്ടത് പറയുന്നുണ്ട്, ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് വിത്ത് ബെനിഫിറ്റ് ഇൻ പാരലിസിസ് അജിറ്റൻസ്. പാരലിസിസ് അജിറ്റൻസ് എന്ന് പറയുന്നത് ഇന്ന് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്ന ആ സംഭവം തന്നെ. പാർക്കിൻസൺസ് ഡിസീസിൽ മെർക്കുറീസിന് ഒരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ട്. അതിൻ്റെ അത്തരം രോഗികളുടെ ജനറൽ കണ്ടീഷൻ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിറച്ചുകൊണ്ട് ഈ ആടുന്ന അവസ്ഥ, ഈ ക്യൂറിങ് അവസ്ഥ, അത് ഹീൽ ചെയ്യും. Tremor of the hands so that he cannot lift anything or eat or write. ഇത് കയ്യേത് ബാധിക്കുന്നതുകൊണ്ട് ഒന്നും എടുത്തു പോക്കാനോ ഭക്ഷിക്കാനോ എഴുതാനോ ഒന്നും പറ്റില്ല. ഇന്നിപ്പോൾ പാർക്കിൻസൺ ഡിസീസിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പാർക്കിൻസൺസ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2016 ഞാനൊരു വ്യക്തി, ഒരു മുൻ മന്ത്രിയാണ്, കേരളത്തിലെ മുൻ മന്ത്രിയാണ്. അദ്ദേഹം റിട്ടയർഡ് എക്കണോമിക്സ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി താമസിച്ചു, ഒരു 1.5 മാസത്തോളം താമസിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഈ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരത്തെ ബാധിച്ചിരുന്നു. നാവ് വിറയ്ക്കുന്നതുകൊണ്ട്, നാവും ചുണ്ടും വിറയ്ക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരം ക്ലിയർ ആയിരുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റില്ല. ധാരാളം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഭാര്യ കൊണ്ടുവന്ന് ടാബ്ലറ്റ്സ് കയ്യിലേക്ക് ഇട്ട് കൊടുക്കും, അത് വായിലേക്ക് ഇടാൻ പറ്റും, പക്ഷെ വെള്ളം പിടിച്ച് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ 1.5 മാസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് ഞാൻ ആ ജീവചരിത്രം തയ്യാറാക്കിയ ശേഷം പിന്നീടത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ കണ്ട് വായിപ്പിച്ചു. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് മന്ത്രിയൊക്കെ ആയതുകൊണ്ട് തെറ്റുകൾ വരാൻ പാടില്ലല്ലോ. വളരെ കണ്ട് വായിപ്പിച്ചു. ഒരു 3 മാസം കഴിഞ്ഞ് ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം താമസിച്ചു. അപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതിനേക്കാൾ മോശമായിരുന്നു. പാർക്കിൻസണിസം വളരെ റാപ്പിഡ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. സംസാരം ഒട്ടും മനസ്സിലാവുന്നില്ല. ഇതിന് പലതൊക്കെയോട് പറയണമെന്നുണ്ട്, എഴുതി കാണിക്കാൻ പറ്റുന്നില്ല, കൈ ഉറക്കുന്നു. 3 മാസം കൊണ്ട് വല്ലാതെ വർദ്ധിച്ചു. പിന്നീട് അത് കാര്യമായിട്ടുള്ള റിവിഷൻ നടന്നില്ല. പുസ്തകം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം കഴിഞ്ഞ വർഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ജീവിതം വളരെ ദുർഘടമായിത്തീരുന്ന ഈ പാർക്കിൻസൺസം ബാധിച്ച രോഗികളെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ സഹായിക്കാൻ ഉപകരിക്കുന്ന ഔഷധങ്ങളൊന്നും മെർക്കുറീസാണ്. ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നെങ്കിൽ മെർക്കുറീസ് അത് പരിഹരിക്കും. Mercurius is a great remedy in children with epileptiform fits, twitching and disorderly motions. കുട്ടികളിലുണ്ടാകുന്ന എപ്പിലെപ്റ്റിഫോം ഫിറ്റ്സ് ചെറിയ കുട്ടികളിൽ വളരെ കഷ്ടമാണത്. ഞാൻ പഠിക്കുന്ന കാലത്ത്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കുറച്ചു കാലം ക്ലാസ്സിൽ കൊണ്ടുവന്നു, പിന്നീട് അതിനെ ഇരുത്താൻ പറ്റിയില്ല. വല്ലാതെയുള്ള ട്വിച്ചിങ്ങാണ്. ഞാൻ ഈ ഹോമിയോപ്പതിയൊക്കെ വായിച്ച ശേഷം ഈ കുട്ടിയെ അന്വേഷിച്ച് പോയി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു താമസം മാറ്റിയിരുന്നു. അത് കുറേ അന്വേഷിച്ച് നടന്നു എവിടെയാണെന്നുള്ളത്. അത് കണ്ടെത്താൻ പറ്റിയില്ല.
കൃത്യമായിട്ട് പറയുന്ന പോലെ ട്വിച്ചിങ് ആൻഡ് ഡിസോർഡർലി മോഷൻസ്, ടോട്ടലി ഡിസോർഡർലി മോഷൻ. ആ കുട്ടിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, കഴുത്തും കൈയും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ ട്വിച്ചിങ് ഇങ്ങനെ ഇട്ട് വളഞ്ഞ് പിരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പല കുട്ടികളും ഉണ്ടാവും. ആ കുട്ടി ഒരു ക്ലാസ്സിൽ ഞങ്ങൾ ഇരുന്നതാണ്. വല്ലാത്ത കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. ശരിയായ രീതിയിൽ കേസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഉപയോഗിച്ചുകൊണ്ട് അവരെയൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ഹെൽപ്പ് ചിൽഡ്രൻ ടു ഗ്രോ ഔട്ട് ഓഫ് ദീസ് ഇനോർഡിനേറ്റ് ആംഗുലർ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുണ്ടാകും ചിൽഡ്രൻ ടു ഗ്രോ ഔട്ട് ഓഫ് ദീസ് ഇനോർഡിനേറ്റ് ആംഗുലർ മോഷൻ. ഇത്തരം ഇനോർഡിനേറ്റ് ആംഗുലർ മോഷൻസിനെയൊക്കെ മറികടന്ന് വളർന്ന് നല്ല ആരോഗ്യമുള്ള കുട്ടികളാകാൻ ഈ മെർക്കുറി സഹായിക്കും. ജേർക്കിംഗ്, ട്വിച്ചിങ് ആൻഡ് ട്രംബ്ലിംഗ് ഉണ്ടോ, ഇതൊക്കെ തന്നെ ജേർക്കിങ്, ട്വിച്ചിങ്, ട്രംബ്ലിംഗ് ഇതൊക്കെ ചെറിയ വ്യത്യാസമുള്ള വാക്കുകളാണ്. ഒരു നിയന്ത്രണമില്ലാത്ത ചലനങ്ങളാണ് ഇതൊക്കെ. ദ മോഷൻസ് ഓഫ് ദ ടങ് ആർ ഡിസോർഡർലി ആൻഡ് ദ ചൈൽഡ് കനോട്ട് ടോക്ക്. നാവിനെയും ബാധിക്കും. ആ കുട്ടി നേരെ ശരിയായ രീതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ കേട്ടിട്ടില്ല, നാവിനെയും ബാധിച്ചിരിക്കുകയാണ്. കൺവൾഷൻസ്, ഇൻവോളണ്ടറി മോഷൻസ് വിച്ച് ക്യാൻ ബി മൊമെൻ്ററിലി കൺട്രോൾഡ് ബൈ വൊളീഷൻ. അപ്പോൾ ഈ ഇൻവോളണ്ടറി മോഷന് ഒരു നിമിഷ നേരത്തേക്ക് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ വൊളീഷൻ, അതായത് നമ്മുടെ വിൽ പവർ, ഇച്ഛാശക്തി പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് തുടർച്ചയായിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഒരുപാട് ആളുകൾ ഈ ഒരു അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. മെർക്കുറീസ് അവരെ സഹായിക്കും. ദ റെസ്റ്റ്ലെസ്നെസ് ഈസ് എക്സ്ട്രീം റെസ്റ്റ്ലെസ്നെസ് ആണ്. എക്സ്ട്രീം റെസ്റ്റ്ലെസ്നെസ് ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ പ്രാക്ടീസിലോ നിങ്ങളുടെ പഠനകാലത്തോ ഒക്കെ ചിലപ്പോൾ അങ്ങനത്തെ കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ അത്രയും കേസുകൾ ശരിയായി പഠിച്ച് മെർക്കുറീസിൻ്റെ ജനറൽ നേച്ചർ, ജനറൽ കണ്ടീഷൻ എഗ്രി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അത് സുഖപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ അതിനനുയോജ്യമായ മറ്റ് ഔഷധങ്ങൾ. ദ ട്രംബ്ലിംഗ്, വീക്ക്നെസ്, സ്വെറ്റ്, ഫെറ്റർ, suppuration and ulceration, the aggravation at night and from heat and cold give the earlier impressions of the remedy. അപ്പോൾ മെർക്കുറീസ് സിംറ്റംസിനെ അതിൻ്റെ ജനറൽ കണ്ടീഷനെ ഒന്ന് കാച്ചി കുറുക്കി വളരെ ഒരു നക്ഷലാക്കി കെണ്ട് പറയണം. എങ്ങനെയാണ്? ദ ട്രംബ്ലിംഗ്, ഇങ്ങനെ വിറയ്ക്കൊണ്ടിരിക്കുന്നത്, വീക്ക്നെസ്, ക്ഷീണിച്ചത്, സ്വെറ്റ്, വല്ലാതെ വിയർക്കുന്നത്, ഫെറ്റർ, വല്ലാതെ ദുർഗന്ധം, നമ്മൾ നേരത്തെ പറഞ്ഞു വല്ലാത്തൊരു ഫെറ്റിഷ് ഓർഡറുണ്ട്. സൂപ്പറേഷൻ, ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ വീർത്ത് കെട്ടി കല്ലിച്ച് വീർക്കെട്ടി ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കല്ലിക്കുന്നൊരവസ്ഥ. അൾസറേഷൻ, വ്രണങ്ങളുണ്ടാകുന്നു. സൂപ്പർ ഫ്ലൂസ് ആയിട്ടുള്ള ഈറ്റിംഗ് ആയിട്ടുള്ള സ്പ്രെഡിങ് ആയിട്ടുള്ള വ്രണം ഉണ്ടാകുന്നു. അഗ്രവേഷൻ നൈറ്റ്, രാത്രിയിലെ വർധനവ്, ചൂടുകൊണ്ടുള്ള വർധനവ്, ഫ്രം ഹീറ്റ്, തണുപ്പ് കൊണ്ടുള്ള എക്സ്ട്രീമിറ്റീസ്, തണുപ്പും ചൂടും ഒരേപോലെ വർദ്ധിക്കുന്ന അവസ്ഥ. ഈ ഒരവസ്ഥ ഈ റെമഡിയുടെ ഒരു ജനറൽ ഇംപ്രഷൻ തരുന്നു. കണ്ടോ എത്ര കൃത്യമായിട്ട് കെൻഡനെ വരച്ചുകാട്ടി നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഔഷധങ്ങളുടെ ജനറൽ കണ്ടീഷൻസ് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ അതിൻ്റെ മൊഡാലിറ്റീസൊക്കെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ എത്രയോ ഭംഗിയായിട്ടുണ്ടോ. ക്യാൻസർ, പാർക്കിൻസൺസം, എത്രയോ സിഫിലിസ്, ഗൊണേറിയ, എത്രയോ അവസ്ഥകൾ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. വായുണ്ടാകുന്ന ക്യാൻസർ, ഇങ്ങനെ എല്ലാ ഔഷധങ്ങളും ഇതേപോലെ വളരെ ശക്തിയുള്ള ഔഷധങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഇതേപോലെ ജനറൽ കണ്ടീഷൻസിനെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇപ്പോൾ കെൻഡ് പറഞ്ഞില്ലേ മെർക്കുറീസിന്, അതേപോലെ ഒരു കാഴ്ചക്കുറുക്കിയ രീതിയിൽ അതിനെ മനസ്സിലാക്കി അത് നമ്മൾ കണ്ടെത്തി ഓരോ രോഗിയിലും ആ ജനറാലിറ്റീസിൻ്റെ ആ ഒരു സമഗ്രത മനസ്സിലാക്കി അതനുസരിച്ച് ഔഷധം കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഈ കെൻഡിൻ്റെ ലെക്ചേഴ്സോ മെറ്റീരിയൽ പഠിക്കാനുള്ള പുസ്തകങ്ങൾ നിങ്ങളതിനെ സഹായിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മെർക്കുറീസിനെ കുറിച്ചുള്ള കൂടുതൽ വളരെ വിജ്ഞാനപ്രദമായ മെൻ്റൽ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് നമുക്ക് അതിൻ്റെ മെൻ്റൽ കണ്ടീഷൻസ് കേൾക്കാം. അപ്പോൾ ഇതുവരെ ഈ എപ്പിസോഡ് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.